നിയമവിരുദ്ധമായ രീതിയിൽ സംഭാവന കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. രണ്ട്, എക്സാലോജിക്കിന് 1.72 കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ചയായ വിഷയമാണ്. അക്കാര്യത്തിൽ ആദ്യം ROCയുടെ അന്വേഷണം നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ROC ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം SFIO, അത് കഴിഞ്ഞതിന് ശേഷം ED അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കേസായിട്ട് ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടോ. സാധാരണഗതിയിൽ ഒരു ആളൊരു കമ്പനി നടത്തുന്നു. ആ കമ്പനി നടത്തി എൻ്റെ മകളായി പോയി എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ. എത്ര കമ്പനികൾ ആളുകൾ നടത്തുന്നുണ്ട്, ആരൊക്കെ കമ്പനി നടത്തുന്നുണ്ട്. ആ കമ്പനി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനി കൊടുക്കുന്ന സേവനത്തിന് പ്രതിഫലം